ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റികളായിട്ടാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിങ്ങനെ ലൈവായിട്ട് ഇൻട്രോ എന്ന് പറയുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് കുറേ ഫീഡ്ബാക്ക് കിട്ടി ഇൻട്രോ ഒന്ന് ലൈവാക്കാൻ. ഞാൻ വിചാരിച്ചു ഒന്ന് ലൈവിലാക്കിയേക്കാന്ന്. പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നേ ഇല്ല. കുക്ക് ചെയ്യാൻ പോകുന്ന ആരാന്ന് നമുക്ക് നോക്കാം. ഡിഷ് എന്താന്ന് നോക്കാം. ഇത് എൻ്റെ അമ്മയാണ്, പേര് ബീന എന്നാണ്, ബീന സുനിൽ. അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, സൗദി തന്നെ. പിന്നെ ഞങ്ങൾ വീക്കെൻഡ് ആകുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഇന്ന് നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്നത്? നീ ഇവിടെ വെച്ചിട്ടില്ലേ ബ്രെഡ്, ഡേറ്റ് തീരാറായി. ആ ബ്രെഡും കൊണ്ട് നമുക്ക് പുതിയൊരു വെറൈറ്റി ആയിട്ടൊരു ഫുഡ് ഉണ്ടാക്കാം. അപ്പൊ എന്നാന്ന് നോക്കാം. എനിക്ക് ബ്രെഡ് ഫുള്ള് കഴിക്കാൻ മടിയാ. അപ്പൊ എന്നാ പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കത് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സെറാസ്. എന്നാ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത്? ആദ്യം 5 ബ്രെഡ് എടുക്കണം. അതിൽ ഓരോ ബ്രെഡും എടുത്ത് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കണ്ടിച്ച് നമ്മള് റെഡിയാക്കണം. സൈഡ് ഇങ്ങനെ എല്ലാ വശവും കണ്ടിച്ച് റെഡിയാക്കി. ഓക്കെ, ഇതിപ്പം 5 ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കട്ട് ചെയ്തെടുത്ത് ഇത് കളയണ്ട, നമുക്ക് ഇതും കൊണ്ട് ഉപകാരമുണ്ട്. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്രെഡ് പൊരിച്ചെടുക്കാനുള്ള കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ ബ്രെഡ് പൊടി മുക്കിൽ ഇതൊക്കെ നല്ല ഉപകാരമുള്ള സാധനമാണ്. ഉപകാരമുണ്ട്, കളയാതെ വെക്കാം. ഇനി നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. ബലമായിട്ട് ഇങ്ങനെ ഞെരടി ഓരോന്നായിട്ട് നന്നായിട്ട് വിറവറന്നാക്കിയിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷമാണ് അടുത്ത് ചെയ്യുന്നത്. നന്നായിട്ട് പൊടിച്ചെടുക്കണം. അമർത്തി എന്നാലേ പൊടിക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യണം. അല്ലാതെ കൈകൊണ്ട് ചെയ്താലേ ഉള്ളൂ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുത്ത് ഇത് ഇങ്ങനെ വിറവറന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. പുട്ടിനൊക്കെ പൊടിയെടുക്കുന്ന പോലെ ആക്കിയെടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ പൊടിയാക്കുന്ന പോലെ ചെറുതായിട്ടിങ്ങനെ ഉതിർത്തി എടുക്കണം. പൊടിച്ചു കഴിഞ്ഞില്ലേ? ഇനിയിപ്പം ഇതിൻ്റെ അകത്തോട്ട് മെല്ലെ 2-3 സ്പൂണ് പാലൊഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുഴച്ച് എടുക്കണം. ഇത് വേണ്ട, ഒരു 3 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇങ്ങനെ നിരത്തി ഒഴിച്ചേ പോലെ ഒരു സ്പൂൺ കൂടെ ഒഴിക്കേ. നിരത്തി ഒഴിക്കാം. നല്ല കുഴഞ്ഞ വരാൻ എളുപ്പമുണ്ട്. ഇതെന്നെ പോവാ ചപ്പാത്തിയാണ് ഇതുകൊണ്ടുണ്ടാക്കുന്നത്. നന്നായിട്ട് മയപ്പെടുത്തി ഇങ്ങനെ എടുക്കുകയാണ്. ഞാൻ ഫുള്ള് സർപ്രൈസ് പൊട്ടിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ അനിയൻ ഈ എപ്പിസോഡ് കാണുമ്പോൾ അവൻ ശരിക്കും അസൂയ വരും. കാരണം എന്നെക്കാളും കൂടുതൽ കുക്ക് ചെയ്യാനായിട്ട്, അതും ബിനാടെ കൂടെ കുക്ക് ചെയ്യാൻ ഇഷ്ടം അവന് തന്നെയാണ്. ഞാൻ ബിനാമ്മ എന്നാട്ടോ വിളിക്കുന്നത്. അവനാ ഇഷ്ടം. എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ പറയും ബിനാട് അത് പരീക്ഷിക്കുക ഇത് പരീക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫോട്ടോ അയച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ബോളും ഉണ്ടാക്കിയോ? ഇതെന്നാലും ഇതൊന്നെങ്കിൽ ചപ്പാത്തിയോ പൂരിയോ, പക്ഷെ ബോള് വളരെ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ചെറുതാക്കി ബോള് പോലെ ആക്കി വെക്കണം. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടി. അപ്പോൾ ഇത് സംഭവമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉരുളയായിട്ട് എടുത്തു. ഇനി നമുക്ക് ബാക്കി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് അപ്പം ചട്ടി വെച്ചു, അതിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ ഇടുവാണോ? കുറച്ചല്ലേ ഉള്ളൂ, നമുക്കിത് ഫുള്ളിട്ട് പൊരിച്ചെടുക്കാനുള്ളത്. ഇത് തീ എങ്ങനെയാണ്? ഇതിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ലോയിലിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറമായിട്ട് നമുക്കത് എടുക്കാം. എണ്ണ ചൂടാണ്ട് മീഡിയത്തിലിട്ടാൽ മതി. മീഡിയം ലോയിലിട്ടാലും മതി. അതാണ് ബ്രൗൺ കളറായിട്ട് എടുക്കണം. ഓക്കെ, ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വറക്കണം. ഓക്കെ, ഇത് ഇപ്പോൾ ഓക്കെ. ഇത് നമുക്കിതിങ്ങനെ ഇതുപോലെ കോരിയെടുക്കാം. നല്ല ബ്രൗൺ നിറത്തിലായി. ഓക്കെ, ഇത് ഞുറുക്കാണോ? ഇപ്പം
അത് ഗ്യാസ് ഓൺ ചെയ്യുക. പിന്നെ ഇതുപോലൊരു പാത്രം വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടാകട്ടെ. അതിൻ്റെ അകത്തോട്ട് നമുക്ക് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര പാനിയാണോ ഉണ്ടാക്കുന്നത്? അതെ, പഞ്ചസാര പാനി. ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ അകത്തോട്ട് ഒരു ശകലം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കുക. ഇപ്പം മനസ്സിലായി സാധനം എന്താന്ന്. ഗുലാബ് ജാം കൊടുത്തതിന് ശേഷം ഒരു ശകല ഏലക്കാപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ടിടുക. ഓക്കേ. ഇത് ഇങ്ങനെ ഇടുന്നതിന് കാരണം ഇത് പഞ്ചസാര പാനി കിടന്ന് ഇത് കുറച്ച് നേരം ഇങ്ങനെയൊന്ന് നല്ല വീർത്ത് നല്ല ഇതായിട്ട് വരണം. എന്നാലേ അതിൻ്റെ ആ ഉള്ളിലോട്ടൊക്കെ അതിൻ്റെ മധുരം ഇറങ്ങി നല്ല ഇതാവുള്ളൂ. ഇതൊരു വെറൈറ്റി ആയിപ്പോയി. ബ്രെഡ് കൊണ്ടൊരു ഗുലാബ് ജാം. സാധാരണ നമ്മള് ഗുലാബ് ജാം ഉണ്ടാക്കുന്ന പാക്കറ്റിലൊക്കെ പാക്കറ്റ് മേടിച്ചിട്ടാ സാധാരണ ഉണ്ടാക്കാറ്. നമ്മൾ കടയിലൊക്കെ പോകണ്ടേ. ഇതിപ്പോ ഇവിടെ കളയാനായി ഡേറ്റ് തീരാറാകുമ്പോൾ ബ്രെഡ് എടുത്ത് ദൂരിട്ട് കളയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതിനോട് ഐഡിയ സമ്മതിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടേച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പൊ കഴിക്കാൻ പറ്റുമോ? ഇപ്പൊ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഇത് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം അല്ലേ? തണുക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുള്ള. പാനിയൊക്കെ പഞ്ചസാര പാനിയൊക്കെ തണുത്ത് ഒന്നര കുറുവും. ഓക്കേ. ഇപ്പൊ കണ്ടല്ലോ, ഡേറ്റ് കഴിയാറായ ബ്രെഡും കഴിക്കാൻ മടിയുണ്ടെങ്കിലും ഒന്നും ബ്രെഡ് വേസ്റ്റ് ആക്കരുത്. ബ്രെഡും കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് കണ്ടല്ലോ ഇപ്പം. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചിട്ട് അഭിപ്രായം പറയും. അത് ശരിയാട്ടോ. കഴിച്ചിട്ട് എല്ലാരും കമന്റ്സ് ആയിട്ട് എനിക്ക് റിപ്ലൈ പറയണം എല്ലാവരുടെയും ഈ ഡിഷിനെ പറ്റിയുള്ളത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.